വെറും ഒരു ആവേശത്തിന്റെ പുറത്ത് വാരിക്കുട്ടിയ മുതലാണ് ഈ കിടക്കണേ. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവസാനം കിട്ടിയത് ഒരു 8ന്റെ പണിയാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഈ കാണുന്ന പൊഴിക്കരയിൽ നമ്മൾ ആദ്യം ഫിഷിങ്ങിന് വന്നതാ. ഇത്രയും മെനക്കെട്ട് വന്നിട്ട് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിച്ചിട്ടൊക്കെ പോകാന്ന് വിചാരിച്ചു. വെള്ളത്തിന്റെ അടിവശത്ത് ചിലയിടത്ത് ചെളിയും ചിലയിടത്ത് മണലുമാണ്. പക്ഷെ കാലിലൊക്കെ എന്തൊക്കെ തട്ടുന്നുണ്ട്. സംഭവം കൈകൊണ്ട് തപ്പി നോക്കിയപ്പോഴത്തേക്ക് നല്ല ഹെവി സൈസ് കക്ക. പിന്നെ നമ്മൾ ഒന്നും നോക്കാൻ നിന്നില്ല. മീൻ പിടിച്ചിട്ട് ഇടാൻ കൊണ്ടുവന്ന് നെറ്റ് എടുത്തിട്ട് ചറപറ വാരിടാൻ തുടങ്ങി. ആഴത്തിലേക്ക് പോകുന്നതോടെ നമുക്ക് കിട്ടുന്ന കക്കയുടെ എണ്ണത്തിലും വ്യത്യാസം വന്നു തുടങ്ങി. കിട്ടുന്നതെല്ലാം സൈസ് കക്ക ആയതുകൊണ്ട് തന്നെ നമുക്ക് മീൻ പിടിക്കാൻ വന്നിട്ട് കിട്ടാത്തതിന്റെ വിഷമം നമ്മൾ കക്കയിലങ്ങ് തീർത്തു. ആവേശം കൂടിയപ്പോഴത്തേക്ക് മണിക്കൂറുകളോളം വെള്ളത്തിൽ കിടന്ന് ശരീരത്ത് തണുപ്പടിച്ചിട്ടും ആരും കാര്യമൊക്കാതായി. അവസാനം വാരിക്കൂട്ടി ഒരു മല പോലെ ആയേ. അവിടത്തെ ഒരു ഷോപ്പിൽ നിന്ന് ഒരു ചാക്ക് വാങ്ങിച്ചിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് അതിനെ ചാക്കിലാക്കാൻ നോക്കിയതാ. വാരിയിട്ട് സാധനം തീർന്നില്ല. പക്ഷെ ഈ സാധനത്തിന് എങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുപോകും, അതാണ് നമ്മുടെ ടാസ്ക്. അതിനിടയ്ക്ക് കുറച്ച് ഫാമിലി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക ഇത് പൊട്ടിച്ചെന്ന് അതിൻ്റെ അകത്തുള്ള എന്താണെന്ന് കാണിച്ചു കൊടുക്കുമെന്ന്. അവിടെ കിടന്നൊരു തടി കഷ്ണം എടുത്ത് 2 തട്ടൊക്കെ തട്ടിയെടുത്ത് നോക്കിയിട്ട് ഈ സാധനം പൊട്ടുന്നില്ല. എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു ഇത് പൊട്ടിക്കുന്ന കാര്യം അല്പം ടാസ്ക് ആണെന്ന്. എല്ലാം കൂടെ അവസാനം വാരി കെട്ടി ഈ ചാക്ക് മുഴുവനായിട്ട് നിറഞ്ഞു. ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും ഞാൻ പറഞ്ഞ ആ 8ന്റെ പണി എവിടെയെന്ന്. എന്നാ കണ്ടോ, ഇതാണ് ആ പണി. ഇവിടെ നിന്ന് ഇതിനെ ചുമന്നതോ ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അവിടെ കൊണ്ടുപോകണം. അവിടെയാണ് നമ്മുടെ ബൈക്ക് ഇരിക്കുന്നത്. കാണുമ്പോൾ നിസ്സാരം പോലെ തോന്നുമെങ്കിൽ ഈ സാധനത്തിന് ഇത്രയും മണലിലൂടെ ചുമന്ന് അങ്ങ് കൊണ്ടുപോകുന്നത് കട്ട ടാസ്ക്കാണ്. എന്തായാലും ഇവന് അതുവരെ ചുമന്നുകൊണ്ട് പോക്ക് നടക്കൂല. നമ്മളെ മുന്നിൽ കണ്ട ഒറ്റ വഴിയാണിത്. ചാക്കിൽ കെട്ടി എല്ലാവരും കൂടെ വലിക്കുക. പിന്നെ അങ്ങോട്ട് തേരാ പാരാ വലി തന്നെ എല്ലാവരും മാറി മാറി വലിച്ചു. കണ്ടു നിന്നവരല്ല ഇതെന്ത് പാടെന്ന് പറഞ്ഞ് കണ്ണും തള്ളി നോക്കി നിൽക്കുക. ഒറ്റ വാക്കി പറഞ്ഞാൽ വലിച്ച് എല്ലാവരും അടപ്പളായി. എല്ലാവരും കൂടെ ഒരുവിധം കഷ്ടപ്പെട്ട് വലിച്ചഴിച്ച് അത് അവസാനം ഇവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പ്ലാൻ എ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി പ്ലാൻ ബി. അതൊരു ഉടായ്പ പരിപാടിയിലൊന്നും തീരൂല. വേഷമൊക്കെ എടുക്കും. നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് ബൈക്കിലാണ് വന്നത്. പക്ഷേ ഇതിനെങ്ങനെ നമ്മൾ വീട്ടിലെത്തിക്കും? അപ്പോൾ നമ്മുടെ കൂടുതൽ വീഡിയോസിനായിട്ട് പേജ് ഒന്ന് സേവ് ആക്കി വെച്ചോ.